പഴയ കാലങ്ങൾ, നമ്മുടെ ഭൂതകാലങ്ങൾ അയവിറക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്നിവിടെ എത്തിയിട്ടുള്ളത്. നമ്മളെല്ലാവരും വല്യമ്മയും കുടുംബിനികളും ഒക്കെ ആയിട്ടുണ്ട്. എന്നാലും നമ്മുടെ ആ ഗൃഹാതുരത, നമ്മുടെ പണ്ടത്തെ സ്കൂൾ ജീവിതം ഇപ്പോൾ നമ്മുടെ ഈ മുറ്റത്തെത്തുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്നില്ല, എല്ലാവരും മുമ്പിൽ വരുന്നുണ്ടാവും. ചില ആളുകൾക്ക് സത്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ മനസ്സിലാകാത്തവരുണ്ടാവും. പലരും പല രൂപത്തിൽ, പിന്നെ മുടിയൊക്കെ പോയി അല്ലാടാ സുനിലെ, അങ്ങനെ പല ആളുകൾക്കും പല രൂപ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും. ചിലർ മെലിഞ്ഞിട്ടുണ്ടാവും, ചിലർ തടി വെച്ചിട്ടുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. എന്നാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ ആ സംസാരത്തിൻ്റെ ആ ശൈലിയും നമ്മുടെ ബന്ധങ്ങൾ ഒരിക്കലും മറന്നിട്ടുണ്ടാവില്ല. സംസാരിക്കുമ്പോഴാണ് നമുക്ക് ആളുകളെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. നമുക്ക് ഇത്ര ദൂരം നമ്മുടെ ജീവിതം സഞ്ചരിക്കാൻ നമുക്ക് ദൈവം തന്ന ഈ അനുഗ്രഹത്തെ ആദ്യമായി നമ്മൾ ദൈവത്തോട് കൃതജ്ഞ അറിയിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി തുടങ്ങിയൊക്കെ നമ്മൾ കുറച്ച് നേരം വീട്ടാണ് തുടങ്ങിയത്. നമ്മുടെ പരിപാടിക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. എല്ലാവർക്കും ഹൃദ്യമായ 1000 സ്വാഗതം അർപ്പിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് നമ്മുടെ ബഷറാണ്. ബഷറോടെ പോയി മാറിയ ബഷർ ഓടണ്ട. ഈ പരിപാടിക്ക് അധ്യക്ഷൻ ബഷർ തന്നെ ആയിരിക്കും. ബഷറിൻ്റെ കൂടെ ബഷറിനെ അവിടെ കെട്ടിയിടും നമ്മൾ ഈ കസേരയിൽ. ഈ പരിപാടി ഉദ്ഘാടിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രാമകൃഷ്ണനാണ് ഉദ്ഘാടനം നടത്തുന്നത്. അദ്ദേഹത്തെ കൃത്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ ജീവിതം വളരെയധികം സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്പീഡിനിടയിൽ നമ്മൾ നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഈ കണ്ടുമുട്ടലിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് സമയം വിനിയോഗിക്കാൻ അതിൽ നിന്നും മാറ്റിയെടുത്ത എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ മീഡിയനെ തീർച്ചയായിട്ടും പറയേണ്ടതാണ്. നമ്മുടെ ഈ പരിപാടികളൊക്കെ വൈറലാക്കി 4Kയും 5Kയും ഒക്കെ ആളുകൾ കാണുന്നത് നമ്മുടെ സൂര്യൻ്റെ കരവിരുത് കൊണ്ടാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഷാജി അവിടെ കയ്യേറ്റ് കാട്ടുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ബഷർ കം ഹിയർ. പിന്നെ നമ്മുടെ പുറത്തൂരിൻ്റെ വാനമ്പാടി നമ്മുടെ സജയൻ, പുറത്തൂരിൻ്റെ ഗായകൻ, അദ്ദേഹം ഇവിടെ ഉണ്ട്. നമുക്ക് നല്ല പാട്ടുകൾ കേൾക്കാം. നല്ലൊരു ഗായകനാണ് സജയനെ. ഞാൻ ഇരുത്തിക്കൊണ്ട് പറയല്ല, നമ്മളെപ്പോലത്തേക്കൊക്കെ പാടാനുള്ള ടെൻഡൻസി ഉണ്ടാക്കിയെടുത്തതിൽ വളരെയധികം ഇത് വഹിച്ചവരാണ് ഈ സജയനെ പോലുള്ളവർ. നമ്മളൊക്കെ ഞാനൊക്കെ ചില ഇടങ്ങളൊക്കെ ചെല്ലുമ്പോൾ സജയൻ പാടുണ്ടെങ്കിൽ ഞാൻ എന്നെ കണ്ടാൽ മൈക്കത്തേനെ പറയും, ആ സദക്കൊക്കെ വന്നൊരു പാട്ട് പാടി എന്ന് പറയാറുണ്ട്. അങ്ങനെ നമ്മളൊക്കെ എങ്ങനെ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ 1000 സ്വാഗതം ഈ പരിപാടിയിലേക്ക് നേർന്നുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയ സഹപാഠിയും സുഹൃത്തുമായ നമ്മുടെ ബഷറിനെ ക്ഷണിക്കുകയാണ്. നമസ്കാരം പ്രിയ സഹപാഠികളെ. നമ്മുടെ സ്നേഹസ്പർശം ഗ്രൂപ്പിൻ്റെ 3ാം വാർഷികം, അതിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. എൻ്റെ പ്രസിഡൻ്റാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കേണ്ടത്. നമുക്ക് ഔദ്യോഗികമായിട്ട് പ്രസിഡൻ്റ് ഉണ്ട്. പക്ഷേ രാമനെ നമ്മുടെ ഉദ്ഘാടനം നടത്തേണ്ട ഒരു ചുമതല ഉള്ളതുകൊണ്ട് എന്നെ പിടിച്ചാക്കിയതാണ്. അപ്പോൾ ഞാൻ നേരിട്ട് ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മളെ രാമകൃഷ്ണനെ ക്ഷണിച്ചോളുന്നു. അപ്പോൾ ഒരുപാട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്, ഒരുപാട് അധ്യക്ഷത വഹിച്ചിട്ടുണ്ട്, ഒരുപാട് സ്വാഗതം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങളെ മുന്നിൽ നിൽക്കുമ്പോൾ ഇതൊന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഒരു പേടിയുമായി. കാരണം ഇന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ആൾക്കാരാണല്ലോ നിങ്ങൾ. അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു ചടങ്ങൊന്നും നടത്താതെ. അതെ, മാത്രമല്ല ഇവിടെ കയറിയിരിക്കണമെങ്കിൽ ഞാൻ മാത്രമല്ല നിങ്ങളൊക്കെ കയറിയിരിക്കേണ്ടവരാണ്. അതാണ് ഞാൻ അവിടെ കയറിയിരിക്കാഞ്ഞത്. കാരണം എല്ലാവർക്കും തുല്യ പ്രാധാന്യം ആണല്ലോ ഇവിടെ ഏറ്റവും പ്രസക്തം. പിന്നെ നമ്മൾ ഈ ഉദ്ഘാടന ചടങ്ങൊന്നും ഞാൻ തീരെ നമ്മൾ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വരിക, പരസ്പരം ഇരുന്ന് ചിരിച്ചും കളിച്ചും വർത്താനം പറഞ്ഞിങ്ങനെ അതാണ് ഏറ്റവും സന്തോഷം കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും കൂടി നേരെ നമുക്ക് ആ സിനിമയ്ക്ക് പോയാൽ മതിയായിരുന്നു. അവിടെ പോയി ടിക്കറ്റ് എടുത്തിട്ട് നേരെ ആ സ്ക്രീനിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് 2 മണിക്കൂർ കഴിഞ്ഞാൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയാൽ മതിയായിരുന്നു. പക്ഷെ അതിലുപരി നമ്മളിങ്ങനെ പരസ്പരം ഇങ്ങനെ ചിരിച്ചും കളിച്ചും പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കുക എന്നാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അജണ്ട. അതുകൊണ്ടാണ് നമ്മൾ ഈ വലിയൊരു ചടങ്ങായിട്ട് ഇത് നടത്താതിരുന്നത്. അപ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പുറത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിരവധി ഗ്രൂപ്പുകളുണ്ട്. 74ഓളം ഗ്രൂപ്പുകൾ ഉണ്ട് നിലവിൽ. അതിലേറ്റവും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മുടെ സ്നേഹസ്പർശം ഗ്രൂപ്പ്. കാരണം 3ാം വാർഷികമാണ് നമ്മളത്.
മാത്രമല്ല 3ാം സംഗമമാണെന്ന്. ഒരൊറ്റ ബാച്ച് ഇവിടെ ഒരു വർഷം പോലും തേച്ചിട്ടില്ല. അതെ, 3 വയസ്സ് കൂടി എന്നുള്ളതാണ്. ഒരൊറ്റ ബാച്ച് ഇവിടെ 2ാമത്തൊരു സംഗമത്തിന് വന്നിട്ടില്ല. അധികം അടിച്ച് പിരിഞ്ഞുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കുറേ അനുഭവസ്ഥർ ഇവിടെ ഉണ്ട്. അത് നിങ്ങളെ ഗ്രൂപ്പ് പോയിട്ട് രാമകൃഷ്ണൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയണ്ട. അതിൻ്റെ അനുഭവസ്ഥർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അത്രയും ആക്റ്റീവായിട്ട് ഏറ്റവും ഞാൻ ഒരു തുറന്നു പറയുകയാണെങ്കിൽ ജാടകളില്ലാത്തൊരു ഗ്രൂപ്പാണ്. എന്തു പറഞ്ഞാലും അതിനെ പോസിറ്റീവായി എടുക്കും. ചില ഗ്രൂപ്പിൽ ഞാനൊന്ന് പറഞ്ഞാൽ വേറൊന്ന് പറഞ്ഞിട്ട് ഒരു 10 ആളെ കൂട്ടിയിട്ട് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും. അപ്പോൾ വേറെ ആൾ വേറൊന്ന് പറയും, വേറൊരു 10 ആളെ ഗ്രൂപ്പ് ഉണ്ടാക്കും. നമ്മളെ ഗ്രൂപ്പിൽ പല ഗ്രൂപ്പ് ഉണ്ടെങ്കിലും മെയിൻ ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പീസ് ഇല്ല. പിന്നെ ചില ആൾക്കാരൊക്കെ വിളിച്ച് പറയും ഇങ്ങനെ കംപ്ലൈൻറ്റ്. അപ്പോൾ ഞാൻ നിങ്ങൾ എന്തും കളിച്ചോ അവിടെ, പക്ഷേ എവിടെ കളിക്കണ്ട, മെയിൻ ഗ്രൂപ്പിൽ കളിക്കണ്ട. അപ്പോൾ അത്രയും നല്ല സ്നേഹസമ്പന്നരായിട്ടുള്ള നമ്മളെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ അപ്പം വളരെ ഗംഭീരമായിട്ട് 3ാം വാർഷികം നമ്മൾ ആഘോഷിക്കണു. ഇനിയും ഒരു 10, 30, 35ഓളം ആൾക്കാർ വരും. അവർ ഇപ്പം ഇന്ന് എൻ്റെ അളിയൻ്റെ പെങ്ങളെ മോളെ കല്യാണം. പക്ഷെ അതിന് ഞാൻ പോകാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ തന്നെ വന്നു. വൈഫിനെ പറഞ്ഞു വെച്ചു. അപ്പം ഞാൻ അങ്ങോട്ട് ക്ഷണിച്ചതാണ് വൈഫിനെ. അപ്പോൾ വൈഫ് പറഞ്ഞു മോൻ്റെ അവിടെ പോയി കളിച്ചോ, ഞാൻ വന്നു കഴിഞ്ഞാൽ മോന് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വൈഫ് എന്ന് പറഞ്ഞ് വൈഫിനോട് പോയിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു. ഇനി വൈകുന്നേരം റിസപ്ഷൻ. അപ്പോൾ അത്രയും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ നിങ്ങളൊപ്പം വന്ന് നിൽക്കുന്നത്. മാത്രമല്ല എല്ലാ കാര്യത്തിനും വളരെ ഐക്യത്തോടു കൂടിയുള്ള സപ്പോർട്ട് നമ്മളെ ഭാഗത്തു നിന്നാണ്. ഇപ്പം നമ്മുടെ സ്കൂളിൻ്റെ സുവർണ്ണ ജൂബിലി, നമ്മളൊന്ന് സ്കൂൾ മികവിൻ്റെ കേന്ദ്രമാണ്. കേരളത്തിലെ നമ്പർ 1 സ്കൂളാണ് നമ്മളെ സ്കൂള്. ഹൈസ്കൂളും ഹയർ സെക്കൻഡറി 54 ഫുൾ A+, അതേപോലെ തന്നെ 21 9A+, 15 8A+. അപ്പോൾ ഏറ്റവും മികച്ച സ്കൂളായി നമ്മളെ പുറത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മാറി. അതേപോലെ തന്നെ ആരും മാറി ഹയർ സെക്കൻഡറിയും ഏറ്റവും മികച്ച സ്കൂളാണ്. അപ്പോൾ നമ്മൾ സുവർണ്ണ ജൂബിലി ആഘോഷിക്കുകയാണ്. അതിൻ്റെ നേതൃത്വം PTA പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാനൊക്കെ തന്നെയാണ്. അതോടൊപ്പം തന്നെ അതിന് ഏറ്റവും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഗ്രൂപ്പ് ഏതാണ്, നമ്മളെ ഈ സ്നേഹസ്പർശം ഗ്രൂപ്പാണ്. അപ്പം ഞാനിങ്ങനെ ഗ്രൂപ്പിൽ എപ്പോഴും പറയാറുണ്ട്, എല്ലാവർക്കും അസൂയാണ്. ചില ഗ്രൂപ്പ് നമ്മളെക്കാട്ടിയും വലുതാവണം എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് കൊടുക്കുക, നമ്മളെ 100 അയലത്ത് പോലും എത്താത്ത രീതിയിൽ. അത് കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ, നമ്മളെ അസൂയാണ്. അതായത് നമ്മളെ ഗ്രൂപ്പിനോടുള്ള സ്നേഹം കൊണ്ട് പറയണം, അവരെ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ. ചില ഗ്രൂപ്പിലൊക്കെ സംസാരം വന്നില്ല, സ്നേഹസ്പർശനേക്കാൾ വലിയ ഗ്രൂപ്പാവണമെന്നു. അപ്പോൾ എന്ത് നമ്മൾ കേരള കോൺഗ്രസിനോട് പറഞ്ഞാൽ വളരും തോറും പിളരുന്ന ഒരു ടീമായി അവർ മാറി. നമ്മളെ മാത്രം മാതൃക വെച്ചുകൊണ്ട് നടക്കണം. അത് നമ്മളുടെ ഐക്യമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മറ്റുള്ളവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടരുത്. ഒക്കെ ഇങ്ങനെ കേട്ടിട്ട് അതെ ഒക്കെ ഞാനത് പറയാൻ കാരണം വെച്ചാൽ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ വിടുക കേട്ടാ. ഒരിക്കലും ഒരു കാര്യം ആര് പറഞ്ഞതും വിശ്വസിക്കരുത്, ആര് പറഞ്ഞതും കാര്യമായിട്ടെടുക്കരുത്. വീണ്ടും പറയാണ്, ഇങ്ങനെ കേട്ടിട്ട് എൻ്റെ ചെവിട് ഇപ്പം ഡയറക്റ്റ് ഓട്ടയാണ്. എൻ്റെ ചെവിടിന് കറക്റ്റ് ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പുറം കാണാം. കാരണം കുറേ ഇങ്ങനെ വന്ന് തട്ടിയിട്ട് ഇങ്ങനെ പോയി കിടക്കുക. കുറേ കേൾക്കുന്നു, എന്നെപ്പറ്റിയും കേൾക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ എന്തെങ്കിലും പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ദൈവമേ, ഈ ഗ്രൂപ്പ് ഇത്രയും മികച്ചൊരു ഗ്രൂപ്പ് നമ്മൾ 60ാം വയസ്സ് ഗംഭീരാക്കേണ്ടതാണ്. നമ്മൾ ഷഷ്ടിപൂർത്തിക്ക് നമ്മളിവിടെ വെച്ചിട്ടാണ് നടത്തുക. പുറത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് നമ്മൾ ഷഷ്ടിപൂർത്തി നടത്തുന്നത്. ഇപ്പം നമുക്ക് ഏതാണ്ട് 50 വയസ്സായി. അപ്പോൾ ചിലപ്പോൾ 63 വയസ്സ് സപ്തതിക്കാരൊക്കെ വരും, 70 വയസ്സുകാരൊക്കെ വരും. പക്ഷെ എന്നാലും ഒരു 60ആണല്ലോ നമ്മളെ കണക്ക്. അത് ഇവിടെ വെച്ച് നടത്തുന്നവരെ നമ്മളെ ഈ ഗ്രൂപ്പ് പോകണം. മാത്രമല്ല ഗ്രൂപ്പിലെ അവസാനത്തെ ആളും ഗ്രൂപ്പിൽ നിന്നും മരണപ്പെട്ടു പോകുന്ന രാമകൃഷ്ണൻ പോയി, ലെഫ്റ്റായി. അപ്പം എൻ്റെ മകൻ്റെയും ഇന്നെ ലെഫ്റ്റ് ചാടും. കാരണം ഞാൻ നിൽക്കണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞാൽ ശശിയുടെ മോൻ ലെഫ്റ്റാവും. പിന്നെ നമ്മളെ സിന്ധുവിൻ്റെ മോള് ലെഫ്റ്റാക്കി അവസാനം ഒരൊറ്റ ആളുണ്ടാവും. എല്ലാവരും മരിച്ചല്ലോ, ഇനി ഞാൻ മാത്രമല്ല മരിക്കാത്തുള്ളൂ. ആ ദിവസം വരെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കാത്തിരിക്കുക. അല്ല അത് സംഭവം ബഷർ ലാസ്റ്റ് ബഷർ ഉണ്ടാവും എന്നാ പറഞ്ഞു. ആയിക്കോട്ടെ, അങ്ങനെ ആവട്ടെ. കാരണം അത് വലിയ സന്തോഷമുള്ള കാര്യം. കാരണം ബഷറിനെക്കാട്ടി ആയുസ്സുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബഷർ എത്രത്തോളം കാലം പോണോ അത്രത്തോളം ഞാനും പോകും. അങ്ങനെ ദൈവം എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മളെ ഇതിൻ്റെ സ്നേഹസ്പർശത്തിലെ നമ്മൾ ആ 3 ദിവസത്തെ പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മളാവണം അതിൻ്റെ നേതൃത്വ നിലയിൽ നിന്നുകൊണ്ട് നമ്മളാവണം കംപ്ലീറ്റ് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടവർ. കാരണം അത്രയും പ്രാധാന്യം നമുക്ക് ഈ സ്കൂളിനോട് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ നമുക്ക് ഒരു സ്കൂളിൻ്റെ ഒരു കുറവ് എന്ന് പറയുമ്പോൾ സ്പോർട്സ് സൗകര്യം നമ്മളെ സ്കൂളിലില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ്. ഗ്രൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ബാക്കിയെല്ലാം SPC, NSS, JRC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ലിറ്റിൽ കൈറ്റ്സ്, അഡൽട്ട് ടിങ്കറിംഗ് ലാബ്, മികച്ച ലൈബ്രറി,
ഇനി ഒരു കിട്ടാത്ത സംഗതികളൊന്നും ആയിരിക്കില്ല പുറത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി. നമുക്ക് അടുത്ത വർഷം നമുക്ക് എന്ത് ചെയ്യാം, വലിയൊരു ഓഡിറ്റോറിയത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് നമ്മൾ ഈ പരിപാടി നടത്താൻ പറ്റും. അത് ഈ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നപ്പോൾ അത് ബ്ലോക്കായതാണ്. ഒരു ജൂലൈ ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യും, വലിയൊരു മികച്ച ഓഡിറ്റോറിയം. അപ്പോൾ നമ്പർ 1 ഓഡിറ്റോറിയമായിട്ട്, നമ്പർ 1 സ്കൂളായിട്ട് നമ്മൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മാറും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതിൽ ചെറിയൊരു കൂപ്പൺ പദ്ധതി വെച്ചിട്ടുണ്ട്. അതിൽ സഹകരിക്കണം, മാക്സിമം ആൾക്കാർ സഹകരിച്ചിട്ടുള്ളത് നമ്മളെ ഗ്രൂപ്പിൽ തന്നെയാണ്, മറ്റുള്ള ഗ്രൂപ്പിൽ നിന്നല്ല. ഏറ്റവും കൂടുതൽ സഹകരിച്ചിട്ടുള്ളത് നമ്മളെ ഗ്രൂപ്പാണ്. 1 ലക്ഷം രൂപയാണ് ടാർഗറ്റ്. പേടിക്കേണ്ട, അത് നിങ്ങളുടെ അടുത്ത് നിന്നല്ല. പല നമ്മളിതിൽ സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്നവർ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ സമീപിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ സ്നേഹസ്പർശം 1 ലക്ഷം രൂപ ആർക്ക് കൊടുക്കും, പുറത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വികസനത്തിനായിട്ട് കൊടുക്കും. ഒരു ബേജാറാവണ്ടാ, അത് പേടിക്കണം, ആരും പേടിക്കണ്ട, അത് ആ ടാർഗറ്റിലെത്തും. അപ്പോൾ പറ്റുന്ന ചെറിയ ഒന്നെങ്കിൽ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ പരിപാടിയിൽ പങ്കാളികളാവുക. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. മാത്രമല്ല അതിന് നറുക്കെടുപ്പുണ്ട്. 1ാം സമ്മാനം എൻഫീൽഡാണ്. ഇപ്പോൾ നമ്മൾ ഷാഹിറാബാനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എൻഫീൽഡ് പോണ രംഗാലോചിച്ചൊക്കെ അല്ലേ, ടുട്ടു പറഞ്ഞിട്ട് പൊട്ടിപ്പോവും അല്ലേ. സാജിദൊക്കെ ഓർമ്മയില്ലേ, ഫസ്റ്റ് പ്രൈസ് സാജിദൊക്കെ കടി കഴിഞ്ഞാൽ സാജിദ ഇവിടുന്ന് എൻഫീൽഡിലാണ് എവിടേക്ക് പോവുക, പച്ചാട്രിക്ക് പോവുക. 2ാം സമ്മാനം AC ആണ്. 3ാം സമ്മാനം നല്ല സ്പോർട്സ് സൈക്കിളാണ്. 15,000 20,000 രൂപയുടെ സ്പോർട്സ് സൈക്കിളാണ്. പിന്നെ കുറേ പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു എന്തായാലും അവർക്കൊരു പാരിതോഷികമായിട്ട് നമ്മൾ കൊടുക്കാനുള്ള ഒരു സംവിധാനം മാത്രം. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനില്ല. ഒക്കെ നമ്മൾ നിരന്തരം ഗ്രൂപ്പിലൂടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളൊന്നുമല്ലോ, പരസ്പരം ചിരിക്കുക, കളിക്കുക, വർത്തമാനം പറയുക, പരസ്പരം പരിചയപ്പെടുക. ഒരു പക്ഷേ പുതിയ ആൾക്കാർ ഇതിൽ വന്നിട്ടുണ്ട്, അവർക്കൊന്ന് പരിചയപ്പെടണം, അവരൊന്ന് പരസ്പരം ഒന്ന് പരിചയപ്പെടുത്തുക, സ്വയം പരിചയപ്പെടുത്തുക. അപ്പോൾ എന്തുകൊണ്ടും ഞാൻ അഭിമാനിക്കുന്നു നമ്മളെ ഈ ഗ്രൂപ്പിനെ പറ്റിയിട്ട്. ഏറ്റവും മികച്ച പുറത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നമ്പർ 1 ഗ്രൂപ്പ്, അത് യാതൊരു സംശയവുമില്ല. പിന്നെ അപ്പോൾ ഈ പരിപാടി ഇങ്ങനെ എൻ്റെ ഭാഷയിൽ അതിന് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഒരു ഉദ്ഘാടകൻ വേണമല്ലോ. അപ്പോൾ ഞാൻ ഉദ്ഘാടനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെ സുരേഷാണ് പറഞ്ഞത് ഒരു ഉദ്ഘാടനം വേണം. കാരണം രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു, ബഷർ അധ്യക്ഷത വഹിച്ചു, സദക്ക് സ്വാഗതം ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ കയറിയിരിക്കാഞ്ഞതും. കാരണം എല്ലാവരും തുല്യരാണ് ഇവിടെ, പ്രത്യേകിച്ച് അവിടെ ആൾക്കാർ വേറെ ഇല്ല എന്നുള്ളത്. ഇനി വേറെ ഒന്നും പറയാനില്ലല്ലോ, ഇല്ല. അപ്പോൾ ഞാൻ നിങ്ങളെ മുന്നിൽ ഒരു എളിയവനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം വലിയൊരു ജാടയൊന്നും കാണിക്കാൻ വയ്യ, വലിയൊരു ആളൊന്നും കാണിക്കാൻ വയ്യ, കാരണം നിങ്ങൾ അംഗീകരിക്കില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ മുണ്ടാതിരിക്കുകയാണ്. അതെ, വല്ലാതെ പൊന്തിപ്പോവും. അപ്പോൾ എന്തായാലും ഈ ഗ്രൂപ്പിൻ്റെ വളർച്ച എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഐക്യമാണ്. എന്ത് പറഞ്ഞാലും നോ എന്നുള്ളൊരു വാക്ക്. അപ്പോൾ നമ്മൾ ഫണ്ടൊക്കെ പിരിക്കുന്ന സമയത്ത് അപ്പോൾ അത് ഏറ്റവും സ്മാർട്ടാരാണ് ഈ പെൺകുട്ടികളുടെ ഭാഗത്താണ്. അത് പറഞ്ഞുതരാം. ആൺകുട്ടികളെക്കാൾ സ്മാർട്ട് പെൺകുട്ടികളാണ്. എന്ത് പറഞ്ഞാലും എടുത്ത് ചാട് അവരാണ്. അല്ല, ഞങ്ങൾ സമ്മതിക്കണ്ട, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാണ്. നിങ്ങൾ വന്നിട്ട് അല്ല അവർ തരും ഒരു. അതിപ്പോൾ എങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ 1 ലക്ഷം റുപ്യ അവർ തരുന്നു. അവർ വിളിച്ചാൽ കിട്ടുന്ന ആൾക്കാരൊക്കെ അതിലുണ്ട്. ആത്മാർത്ഥമായിട്ട് ഒരു 5,000 താടാന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആരാ ഒക്കെ ഉണ്ട്. അതൊന്നും പ്രശ്നമായിരുന്നില്ല. അപ്പം നമുക്ക് ഇനിയും കുറച്ചുകൂടി ആൾക്കാരെ അതിലേക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് ആൾക്കാരും കൂടി നമുക്ക് ആ ബുക്കിൻ്റെ കയ്യിലുണ്ട്. നമുക്ക് ഈ വർഷം കൂടി അത് ഒന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇനി ഞാനതിപ്പോൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഇതൊന്നും ഇങ്ങനെയൊന്നും വിടരുതിട്ടാ, മോശമാണ്. അപ്പോൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് നിങ്ങളെ അറിയിക്കുകയാണ്. എല്ലാവർക്കും ദീർഘായുസ്സ് ദൈവം തന്ന് നൽകട്ടെ. എല്ലാവരും ഇന്ന് വളരെ ആക്റ്റീവാണ്. എല്ലാവരുടെ മുഖത്തും സന്തോഷമുണ്ട്. എല്ലാവരും നല്ല സുന്ദരന്മാരുമായിട്ടാണ് ഇരിക്കുന്നത്, ഒരു സംശയമൊന്നുമില്ല. അതെ. അപ്പോൾ മൂപ്പര് പറഞ്ഞു വെച്ചാൽ മെയ് 19 എല്ലാവർക്കും ഓർമ്മ വേണമെന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഓർമ്മ വേണം. അതായത് അടുത്ത മെയ്യിലും ഇതേമാതിരത്തെ പരിപാടി ഉണ്ടാവും. അത് മെയ് 19 ആവണമെന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഞായറാഴ്ച, ഏതെങ്കിലും ഒരു ഞായറാഴ്ച ആയിരിക്കും. അപ്പോൾ ഞാനിനി പരിചയപ്പെടാൻ വേണ്ടി ഇപ്പോൾ പുതിയ ആൾക്കാർ, ചില ആൾക്കാർക്ക് പരസ്പരം നമ്മളെ ഗ്രൂപ്പിൻ്റെ പ്രത്യേകിച്ച് 2 ഗ്രൂപ്പുണ്ട്, ആൺ ഗ്രൂപ്പും. രാമകൃഷ്ണൻജി, അതിന് മുന്നേ ഞങ്ങൾ ആൺകുട്ടികളുടെ ഒരു പരിപാടി ഉണ്ട്. എന്താ? ഇപ്പൊ പെൺകുട്ടികളെ പുകത്തി പറഞ്ഞല്ലോ, അത് പരിചയപ്പെടണക്കായി മുന്നേ നിങ്ങൾ ഉദ്ഘാടനം ചെയ്തു നിർത്തൂ, അപ്പൊ കാണാം. അപ്പൊ ഞാൻ ഉദ്ഘാടനം അപ്പൊ ചിലപ്പോൾ 1 ലക്ഷം സദക്ക് പ്രഖ്യാപിക്കാനാണ് സാധ്യത ആൺകുട്ടികളെ ഭാഗത്ത്. അപ്പൊ ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. ഇനി എന്താണെന്നുള്ളത് ബാക്കി സദക്ക് ഇപ്പൊ അങ്ങോട്ട് പറയും. അപ്പൊ സദക്കിനെ ക്ഷണിക്കുക. പോകാൻ പറ്റട്ടെ, എവിടെ തന്നെ നിൽക്കണം. പിന്നെ നമ്മുടെ സ്നേഹസ്പർശം വന്ന ഈ വലിയൊരു കപ്പലിന്റെ ഒരു കപ്പിത്താനുണ്ട് ഇല്ലേ?
നമ്മുടെ രാമകൃഷ്ണൻ തന്നെയാണത്. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ശശിയും ടീമൊക്കെ ഒരുമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി വരുന്നവർക്കൊക്കെ വരാം. ശശിയെ മാത്രമല്ല ക്ഷണിക്കുന്നത്. ഇത് സത്യം പറയുകയാണെങ്കിൽ ഞാനിത് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അതിന് ഏറ്റവും സപ്പോർട്ടീവ് നിങ്ങൾ തന്നെയാണ്. അത് സംശയം എന്താ? ഒരാൾ മസിൽ പിടിച്ച പെൺകുട്ടികളെ ആദരിച്ചില്ലേ, അപ്പൊ ഇപ്രാവശ്യം നീ അവരെ പൊക്കി പറഞ്ഞു. ഇപ്രാവശ്യം ആൺകുട്ടികളെ ആദരിക്കുമ്പോ അടുത്ത പ്രാവശ്യം ഞങ്ങളെ പൊക്കി പറയും. അപ്പൊ എന്നെ ആദരിക്കില്ല. അപ്പൊ നമുക്ക് പരിചയപ്പെടൽ നടത്തണം. പരിചയപ്പെടൽ തുടങ്ങല്ലേ? ഒരു തലക്കന്ന് വരാം. ഇരുന്ന് പറയാൻ പാടില്ല, എണീറ്റൊന്ന് പറയണം. പുതിയ ആളുകൾ ഇവർ പറയുന്നത് രാമകൃഷ്ണ പുതിയ ആളുകൾ പരിചയപ്പെടാന്നാ പറയുന്നത്. റംല നീ പരിചയപ്പെട്ടാലോ? ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വീട് കാവിലക്കാടായിരുന്നു ആദ്യം. എനിക്ക് 2 കുട്ടികളാണ്. ഒരാൾ BDSന് പഠിക്കുന്നു, ഒരാൾ എൻജിനീയറിങ് കഴിഞ്ഞു. ഹസ്ബൻഡ് മസ്കറ്റിലാണ്. തൃശ്ശൂർ പാലക്കലാണ്. പാലക്കൽ. പിന്നെ എല്ലാവരോടായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ മകളുടെ കല്യാണം സെപ്റ്റംബർ 8-നാണ്. അപ്പോൾ എല്ലാ സഹപാഠികളും വരണം അന്ന്. സെപ്റ്റംബർ 8-ന് എൻ്റെ മോളുടെ കല്യാണമാണ്. അപ്പോൾ എല്ലാവരും വരണം. പുറത്തൂരാണ് വീട്. കൊണ്ടുപോയിക്കണ പുല്ലൂണിരിക്കണം. ഞാൻ അംഗനവാടി ഹെൽപ്പറായിട്ടിരിക്കുന്നു. എൻ്റെ പേര് ഫാത്തിമ. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ പരിപാടിക്ക് പങ്കെടുക്കുന്നത്. 2 പ്രാവശ്യം ഞാൻ നിങ്ങളെല്ലാ പരിപാടികളും കണ്ടിട്ട് ആസ്വദിച്ച് നിന്ന്. പക്ഷേ ഗ്രൂപ്പിൽ ആഡായത് എൻ്റെ കൃഷ്ണൻ വഴിയാണ് ഞാൻ ആഡായത്. പിന്നെ ഒരുപാട് ഫ്രണ്ട്സുകളെ പരിചയപ്പെടാനായി. പിന്നെ എന്താ പറയുക, എന്നൊന്നും പറയാനില്ല. അജിത പത്തിയിലായിരുന്നു. പുതുപ്പള്ളിയാണ് വീട്. ഇപ്പോൾ പച്ചാട്ടിയിലാണ് താമസിക്കണത്. ഒരാളെ കല്യാണം കഴിഞ്ഞിരിക്കണം. പുതിയാപ്പിള അബുദാബിയിലാണ്. ശൈലജ. ഞാൻ 10 ഡിയിലേ പഠിച്ചിരുന്നത്. ഞാൻ ഇപ്പോൾ അംഗനവാടിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് 2 മക്കളാണ്. നമ്മൾ ചമ്പ്രവട്ടം പാലം വരുന്നതിന് മുമ്പേ ഈ പുറത്തുവരുന്ന് പള്ളിക്കടവ് ഒരു സർവീസ് ഉണ്ടായിരുന്നു, ജങ്കാർ സർവീസ്. അതിൻ്റെ കപ്പിത്താനായിരുന്നു മിസ്റ്റർ ഗിരീഷ് കുറേ വർഷം. അല്ലേ ഗിരീഷ്, എത്ര കാലം നീ കപ്പിത്താനായിട്ടുണ്ട്? യെസ്, ഞങ്ങൾക്ക് മൈക്ക് ഗിരീഷിന് കൈമാറുകയാണ്. എന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. എൻ്റെ പേരിപ്പോൾ നമ്മളെ സദക്ക് പറഞ്ഞു. ഗിരീഷ് എന്നാണ് പേര്. പുറത്തൂർ പള്ളിക്കടവത്താണ് വീട്. എൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭാര്യ ലത പല സ്കൂളുകളിലായിട്ട് ഒരു ടീച്ചറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ എൻ്റെ ബയോഡാറ്റ. കബൂലാക്കിയിട്ട് വീണ്ടും നമ്മളെ 2ാം ജന്മം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ഒരു കോമ പോയിന്റിൽ നിന്നും ജീവിതത്തിലേക്ക് അവൻ്റെ ആ ഒരു ഹൃദയത്തിൻ്റെ ആ ശക്തി കൊണ്ട് വീണ്ടും പഴയ മാതിരി അവൻ്റെ ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്ന നമ്മളെ ഒരു സഹപാഠിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം അല്ലേ? ഗുഡ് മോർണിംഗ്. എന്താ ഉറക്കം വരണ്ട? എല്ലാവരും കയ്യടി എന്താണ്? ഹലോ ഹലോ. മൈക്കേറ്റ് നിൽക്കുമ്പോഴേ സംസാരിക്കാൻ ഒരു എനർജി വേണം. അപ്പം എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാലോ. എൻ്റെ പേര് സലാം. എൻ്റെ സ്ഥലം പുറത്തൂർ. ബിഫോർ ഞാൻ പ്രവാസിയായിരുന്നു. ഇപ്പോൾ വീണ്ടും പ്രവാസി ആയിക്കണ്. അത് പിന്നെ ആഫ്റ്റർ ഫ്യൂച്ചറിൽ വരാം.
ഞാൻ ആകുന്നതിൻ്റെ മുമ്പ് വലിയൊരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഒരു മാസത്തോളം ബോധമില്ലാതെ കോമ സ്റ്റേജിലുണ്ടായിരുന്ന ഒരാളായിരുന്നു. പിന്നീട് കൊച്ചുകുട്ടികളെപ്പോലെ എൻ്റെ ഭാര്യ വെള്ളം കോരി തന്നും കുളിപ്പിച്ചും വളർത്തി വലുതാക്കി ഇന്ന് നിങ്ങളെ മുന്നിൽ ഒരു വലിയ വൃക്ഷമായി നിൽക്കാൻ എനിക്ക് കഴിവ് തന്നതിൻ്റെ പ്രധാനി എൻ്റെ ഭാര്യയാണ്. അവളുടെ സാന്നിധ്യം ഇവിടെ ഇല്ലെങ്കിലും അവളുടെ അസാന്നിധ്യത്തിൽ ഞാൻ അവളെ മറക്കാതെ പറയണം. ആക്സിഡൻറ്റ് കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ വലിയ ആളുകളുടെ ഇടയിലൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ വലിയ പ്രയാസമുണ്ടായിരുന്നു. ഞാൻ മുമ്പ് വേദികളിലൊക്കെ പങ്കിട്ട് സംസാരിക്കാറൊക്കെ ഉള്ള ഒരു ചെറിയ സോഷ്യൽ വർക്കറായിരുന്നു. ബിഫോർ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് അവശത അനുഭവിക്കുന്ന നിർദ്ധരും നിരാരംഭരുമായ ഒട്ടനവധി ആളുകൾക്ക് താങ്ങും തണലുമായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചതിൻ്റെ ഫലമായി കൊണ്ടാണ് ഇന്ന് ദൈവം എനിക്ക് ഒരു വലിയ അപാരം തന്നെ എന്ന് പറയട്ടെ, ഈ ഫേസ്ബുക്കിലൊക്കെ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ പോസ്റ്റ് വരെ ഇട്ടിട്ടുണ്ട്. കാരണം എൻ്റെ അവസ്ഥ അത്രയും പ്രതിസന്ധിയിലായിരുന്നു. പക്ഷെ അതിനുശേഷം ജീവിക്കാൻ വേണ്ടി എങ്ങനെ മക്കളെ കാര്യവുമായി മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചു. ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ ഇട്ട് ആ സൂപ്പർ മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലം തന്നെ കയ്യിലുണ്ടായിരുന്ന പൈസ ഒക്കെ സൂപ്പർ മാർക്കറ്റിൽ പോയി. അത് വലിയ ഒരു നഷ്ടത്തിലേക്ക് നയിച്ചു. പിന്നീട് ഇനി എങ്ങനെ ജീവിക്കണം എന്നറിയാതെ വലിയ പ്രയാസത്തിലായിരുന്നു. അങ്ങനെ നിൽക്കെ ഞാൻ വീണ്ടും എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സലാമേ നീ വാ, നിനക്ക് എന്താണ് ഒരു ടെൻഷൻ? ഞാൻ പറഞ്ഞു, എടാ എനിക്ക് നടക്കുമ്പോഴൊക്കെ ഒരുപാട് കൊക്കലുണ്ട്, രാവിലെ എണീക്കുമ്പോൾ ഒരുപാട് പെയിനുണ്ട്, ഞാൻ വലിയ പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഒരു ദിവസം എൻ്റെ കൂടെ വാന്ന്. ഒരു അരമണിക്കൂർ, ഇത് സത്യം പറയുന്നിട്ടാ, ഒരു അരമണിക്കൂർ അവൻ എന്നെ ഇരുത്തി ഒരു മോട്ടിവേഷൻ ക്ലാസ് തന്നു. അപ്പോൾ അതിൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, സലാമേ ജീവിതത്തിൽ ജയിക്കണം, താഴേക്ക് നമ്മൾ ചിന്തിക്കാൻ പാടില്ല, നീ വലുതായി ചിന്തിക്കുക, യു വിൽ റീച്ച് ദ ഗുഡ് പൊസിഷൻ. അവൻ്റെ അടുത്ത് പറഞ്ഞ ഇംഗ്ലീഷ് വേർഡ് ഇപ്പോഴും ഞാൻ ആലോചിക്കുകയാണ്. നീ ചിന്തിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് അതിനത് ചെയ്യേണ്ടത്? നീ ആദ്യം നിൻ്റെ ഫുഡ് ഹാബിറ്റുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട ഈ ഫ്രണ്ട്സുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ സത്യമാണ്. കാരണം എൻ്റെ ഫുഡ് ഹാബിറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്കൊക്കെ പറ്റുന്നൊരു അമളി എവിടെയെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഭക്ഷണം എന്ത് കിട്ടിയാലും ശ്രദ്ധിക്കാതെ തോന്നിയ പോലെ നമ്മൾ ഭക്ഷണം കഴിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ ഒരു ഇഡ്ഡലി കഴിക്കുമ്പോൾ അതിലെത്ര ഉപ്പ് നമ്മളതിൽ ചേർക്കും? ഒരു ചട്നി ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കറി ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിലൊക്കെ ഉപ്പ് ചേർക്കും. പക്ഷേ ഈ ഉപ്പുകളൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ടതാണോ? അത്രത്തോനെ വായുടെ ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് നമ്മളത് കഴിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബിരിയാണി നമ്മൾ കഴിക്കുമ്പോൾ ആ ബിരിയാണിയിൽ നിന്ന് ഒരു 15 സെക്കൻഡ് ചവക്കുന്ന സമയത്തുള്ള ഒരു ടേസ്റ്റ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ആകാംക്ഷയോട് കൂടി കാത്തിരിക്കാവുന്ന നസ്രാണി എന്താന്ന് അല്ലേ? എടാ ജസിൻ, നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരു നൂലിൽ കോർത്ത മുത്തുമണികളെ പോലെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ മനസ്സിലായ എന്താ നസ്രാണി എന്നുള്ളത്? എല്ലാവർക്കും മനസ്സിലായില്ലേ? അതാണ് നമ്മളെ എല്ലാവരെയും, നമ്മുടെ മലപ്പുറം ജില്ലയെ വ്യത്യസ്തമാക്കുന്ന ഒരു സംഗതി തന്നെ. ഇതാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഐക്യം തന്നെയാണ്. ആരും ഇപ്പോൾ ജസ്റ്റിന് ഒരു ക്രിസ്ത്യാനി കാണിച്ചിട്ട് നമ്മൾ മാറ്റി വെക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു മാപ്പിള കാണിച്ചിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കാറുണ്ട്? അതൊന്നുമില്ല. അതാണ് നമ്മുടെ പ്രത്യേകത എന്നുള്ളത്. ദാറ്റ്സ് ഓൺ കറക്റ്റ്. ഇനി അടുത്ത ആളെ നമുക്ക് പരിചയപ്പെടാനുള്ളത്, നമ്മുടെ ഇടയിൽ തന്നെ ഒരു അധ്യാപകനുണ്ട്. എൻ്റെ പുറത്തൂരിൻ്റെ കുറച്ചപ്പുറം ബസ് സ്റ്റാൻഡിൽ താമസിക്കുന്ന നമ്മുടെ ടി പി സുരേഷ്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുരേഷ്. പക്ഷേ എന്നെ എല്ലാവർക്കും അറിയാൻ സാധ്യതയില്ല. കാരണം ഞാൻ സ്കൂളിൽ വരുന്ന സമയത്തും ഒക്കെ വളരെ പുറകിലുള്ളൊരു വ്യക്തിയായിരുന്നു. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ 10 ഈനാണ് പഠിച്ചിരുന്നത്. 10 ക്ലാസ്സിൽ പഠിച്ചിരുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ട്. ആരും വ്യക്തമായിട്ട് മനസ്സിലാവണില്ല. കൂട്ടാ അതുപോലെ 10
അതുപോലെ തന്നെ രാമകൃഷ്ണനും 10E എന്നാണ് അല്ലേ? അതെ. കാരണം നമ്മുടെ ഈ കെട്ടിടത്തിൻ്റെ എൻഡിലായിരുന്നു നമ്മുടെ ക്ലാസ് റൂം. ഈ കെട്ടിടത്തിൻ്റെ എൻഡിൽ അവസാനത്തിൽ അല്ലേ? അവിടെ ആയിരുന്നു ഏത് സമയത്തും നമ്മളെ മോമാഷി ഏത് സമയത്തും നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു അത്. അത്രയും പ്രയാസപ്പെട്ട ഒരു ക്ലാസ് റൂം. അതെ, പുളിഞ്ചോട് അതായിരുന്നു. എന്തായാലും പല ആൾക്കാരെയും നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇന്ന ആൾക്കാരുണ്ട് അല്ലേ? ഒരു ദിവസം ഞാൻ പഠിപ്പിക്കുന്നത് നമ്മുടെ മുട്ടന്നൂർ സ്കൂളിലാണ്. ഒരു ദിവസം ഞാനവിടെ നിൽക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഒരാൾ കയറി വന്നിരുന്നു. ഇവിടെ പേരക്കുട്ടിനെ ചേർക്കാനായിട്ട് വന്നിരുന്നത് അല്ലേ? ഓർമ്മയുണ്ടോ? അസ്മ. അപ്പോഴാണ് എനിക്ക് അത്ഭുതം. പേരക്കുട്ടി എനിക്ക് 2 മക്കളാണ്. മൂത്ത മകള് ഇപ്പോൾ +2 കഴിഞ്ഞു. റിസൾട്ട് വന്നു. സയൻസിനാണ് ബോയ്സ് ഹൈസ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. ഫുൾ A+ കൂടിയിട്ട് പാസ്സായി. അതുപോലെ തന്നെ 10ാം ക്ലാസ് ഇവിടെ ഈ സ്കൂളിലായിരുന്നു, ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. ഫസ്റ്റ് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് തന്നെ ഫുൾ A+ കൂടിയിട്ട് പാസ്സാവാൻ അവൾക്ക് സാധിച്ചു. പിന്നെ അതൊക്കെ നമുക്ക് പറയാം. സ്കൂളിൻ്റെ ചരിത്രങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ നമ്മുടെ അംഗമായ ഇതിൻ്റെ അമരക്കാരനായ നമ്മളെ രാമകൃഷ്ണൻ ഈ സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശരിക്കും നല്ല രീതിയിൽ ശ്രദ്ധ ചെലുത്തുന്നൊരു വ്യക്തിയായിട്ടാണ് നമുക്ക് പല PTA പ്രസിഡന്റുമാർ പുറത്തൊരു സ്കൂളിൽ ഉണ്ടായിരുന്നു, നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി എന്ത് കാര്യങ്ങളും ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഇടയിൽ നിന്നൊരു PTA പ്രസിഡന്റ് എന്ന് പറയുന്നത് രാമകൃഷ്ണൻ. എന്തായാലും അദ്ദേഹത്തെ പ്രശംസിച്ചേ പറ്റൂ. പിന്നെ അത് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ പഠന കാര്യത്തിൽ വളരെ പുറകിൽ നിന്നിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ വരുന്നത് തന്നെ ചിലപ്പോൾ ആൾക്കാർക്ക് അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലിരുന്ന് ഞാൻ വരും പോവും, അങ്ങനത്തെ ഒരു അവസ്ഥയിലിരുന്ന്. പിന്നെ നമ്മളുടെ കൂട്ടുകെട്ട്. കാരണം നമ്മൾ പഠിച്ചു വന്നിരുന്ന തലങ്ങളിൽ നിന്ന് ഓരോ മേഖലകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഒന്നും കൂടെ മുൻനിരയിലെത്തുക. വളരെ നല്ല വ്യക്തികളായിരിക്കും. അവരുടെ സ്വഭാവവും അതേപോലെ അവരുടെ രീതികളൊക്കെ നമ്മൾ പഠിച്ചു വരുന്ന സമയത്ത് നമ്മൾ അവരെ കൂട്ടത്തിലായി മുൻനിരയിലെത്തും. അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ശരിക്കും പറയുകയാണെങ്കിൽ വളരെ പുറകിലായിരുന്നു, പഠന കാര്യത്തിൽ വളരെ പുറകിലായിരുന്നു. പിന്നെ അവരൊക്കെ നമ്മളെ സഹായിച്ചു. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ നമ്മളെ സഹായിച്ചു. ആ കൂട്ടുകാർ എന്ന് പറയുന്നത് നിങ്ങളൊക്കെ തന്നെയാണ്, നിങ്ങളിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടായിട്ട് ഞാൻ വളരെ നേരം വീട്ടിൽ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഒരു നൂലുകെട്ട് പരിപാടി ഉണ്ടായിരുന്നു. അവിടുന്ന് നൂലുകെട്ട് പരിപാടി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാതെ നേരിട്ട് ഇവിടേക്ക് വന്നതാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് കാണാമെന്ന്. എൻ്റെ പേര് മുജീബാണെന്ന് ഇപ്പം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ശരിക്ക് സ്വാമിപ്പടി സ്വദേശിയാണ്. പക്ഷേ ഇപ്പം താമസിക്കുന്നത് നമ്മുടെ മലബാർ ഡെൻ്റൽ കോളേജിനടുത്ത് ചേകന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അവിടെ തന്നെ എനിക്കൊരു ചെറിയ ഈ വാട്ടർ പ്രൂഫിങ്ങിൻ്റെയും ഇതിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വ്യവസായ സ്ഥാപനമുണ്ട്. അതേമാതിരി തന്നെ പാലക്കാട് ജില്ലയിൽ പറക്കുളം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഒരു സ്ഥാപനമുണ്ട്. പിന്നെ നമ്മളെ സലാമിൻ്റെ ഒക്കെ കൂടെ നമുക്ക് ദുബായിലും ഒരു സ്ഥാപനമുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടതിൽ ഞാൻ 2 ദിവസം മുന്നെയാണ് നാട്ടിൽ വന്നത്. ഇവിടെ ഉണ്ടായിരുന്നില്ല, പുറത്തായിരുന്നു. ഏതായാലും എല്ലാവരും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഞാൻ ഇന്ന് 2 കല്യാണങ്ങൾ ഉണ്ടായിരുന്നു. ഫാമിലിനെ വഴിയിൽ അവിടെ കല്യാണപ്പേരയിൽ വെച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ കുറച്ച് നേരത്തെ ഇവിടെ നിന്ന് പോയിട്ട് അവരെയും കൂട്ടി പോകണം. 10C ആണ് എൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നത്. ഒരുപാട് ആൾക്കാരെ മുഖപരിചയം തോന്നുന്നുണ്ട്. ഇതാ തൊട്ടടുത്തിരിക്കുന്ന നമ്മളെ ഫ്രണ്ട് ചങ്ങരംകുളം ഇതാണ് താമസം. ഏതായാലും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ബാബു ചമ്രോട്ടം.
പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. 2 പരിപാടിക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല, വിദേശത്തായിരുന്നു. പിന്നെ കുട്ടികൾ 2 പേരാണ്. മൂത്ത മകൻ നഴ്സിംഗ് പഠിച്ചു, ഇപ്പോൾ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ മകൻ +2 കഴിഞ്ഞ് പാസ്സായിരിക്കുകയാണ്. ഭാര്യ ഹൗസ് വൈഫ്. ഇത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത സെഷനിലേക്ക് കടക്കാമെന്നാണ് തോന്നുന്നത്. അതിൻ്റെ മുന്നേ മിസ്റ്റർ ശശി, ആർക്കാണ് സംസാരിക്കാനുള്ളത്? മതികുട്ടി വാ, കുറച്ച് സമയം എല്ലാവർക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ സെഷനിലേക്ക് നടക്കണം. നമ്മുടെ സജയനൊക്കെ വളരെയധികം സമയം തീരും കിട്ടാത്ത ആളാണ്. ഇതുവരെയൊക്കെ പിടിച്ചു നിർത്താന്ന് പറഞ്ഞാൽ ശരിയല്ല. മതികുട്ടി എൻ്റെ ഒരു കുടുംബക്കാരനും ബന്ധു കൂടെയാണ്. പറയും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മൊയ്തീൻകുട്ടി. പിന്നെ ഈ അധ്യാപകന്മാർ സംസാരിച്ചാൽ എനിക്ക് സംസാരിക്കാൻ അറിയില്ല. നമ്മൾ നാടൻ മലപ്പുറം ഭാഷ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം ആദ്യം മുൻകർ ജാമ്യം എടുക്കണം. പിന്നെ ഞാൻ പുറത്തൊരു ഹൈസ്കൂളിൽ കൂടുതൽ പഠിച്ച ആളാണ്. എൻ്റെ കൂടെ എന്നെക്കാളും കൂടുതൽ പഠിച്ച ആരും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ തട്ടിമുട്ടി അങ്ങോട്ട് നടന്നിങ്ങനെ കാലം കഴിച്ച്. രാമകൃഷ്ണൻ ഞാനിങ്ങനെ നാടകത്തിലൊക്കെ കുറേ അഭിനയിച്ച്, കുറേ ഓടാതെ നിന്ന് ചാടാതെ നിന്ന്, അത് കാര്യമില്ല, അങ്ങനെ പോയി കഴിഞ്ഞ്. പിന്നെ ഈ ഫാത്തിമയൊക്കെ ഞാനൊക്കെ ഒപ്പം ഒരു ക്ലാസ്സിൽ പഠിച്ചാണ്. ഫാത്തിമയൊക്കെ അറിയാം. അതുപോലെ വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് പറയാമെന്ന് വെച്ചാൽ, ഞാൻ ഗൾഫിൽ നിന്ന് മരണത്തിലേക്ക് പോയിട്ട് ചാടി ഓടി വന്ന ആളാണ്. സദക്കൊക്കെ അതിൻ്റെ ഒരു മെയിൻ ഓടി ചാടി ഒന്നിച്ച് വന്ന ആളാണ് ഞാൻ മരിച്ച്. പക്ഷേ എങ്കിലും ദൈവമാക്കി ആളുടെ ഞാനല്ല, എൻ്റെ ഇഷ്ടമല്ല. അത് നമ്മൾ ശ്രമിച്ചാൽ ദൈവം തരും. അങ്ങ് ദൈവം പറഞ്ഞിട്ടുണ്ട്, നീ ശ്രമിച്ചോ തരുന്നോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ വിശ്വസിക്കുക. അപ്പോൾ അതിൽ പോയിട്ട് കഴിച്ചായി പോകുന്നതാണ്. ഞാൻ 100 കിലോ ഉണ്ടായിരുന്നു ആദ്യം. 100 കിലോ അങ്ങനെ തന്നെ പറയാം. 90 കിലോ എന്ന് അറിയില്ലെങ്കിൽ 100 കിലോ സമയമല്ലോ. ഇപ്പോൾ എത്ര 15 കിലോ ഉണ്ടാവില്ല. അപ്പോൾ അധ്വാനിച്ചാൽ ശരീരം വെറുതെ പോകും, വെറുതെയാണ്. ഞാൻ വീട്ടിൽ ഇരുന്ന് തടി കൂടി. പക്ഷേ രാമകൃഷ്ണനൊക്കെ വെറുതെ ഇരുന്ന് കേട്ടാ ഒരു പണി നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് തടി കൂടുതൽ കാണുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണ് അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ അവസ്ഥകൾ. എനിക്ക് 3 മക്കളാണ്, ഒരു ആൺകുട്ടി 2 പെൺകുട്ടികൾ. എൻ്റെ മോളെ കല്യാണം വരുന്ന അടുത്ത ജൂൺ 22-ാം തീയതി പിന്നെ അത്താണിപ്പടി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. ജൂൺ 22-ാം തീയതി. അപ്പോൾ എല്ലാവരും ഞാൻ ശരിക്കാണ്, സഹപാഠിനികളെയും എല്ലാവരും ശരിക്കാണ്. ജൂൺ 22-ാം തീയതി. അപ്പോൾ ഇനി വേറെ എന്താണ് നിങ്ങൾ സംശയമായിട്ട് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഞാൻ ഇപ്പോഴും ജോലി ചെയ്യാണ്. എൻ്റെ ഒരു മകനുള്ളൂ. മകനക്ക് 21 വയസ്സായി. അപ്പോൾ അല്ല അത് പറയാതിരിക്കില്ല. ഗ്രൂപ്പിൽ എന്നിടും. ഏറ്റവും കൂടുതൽ ഗ്രൂപ്പിൽ വന്നതാണ് ഞാനിന്ന് ആദ്യം. ഇപ്പം നമ്മൾ ജോലി സംബന്ധമായിട്ട് കുറച്ച് വിട്ടുകെട്ടി വന്ന്. കാരണം ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ പിന്നെ നമുക്ക് വല്ലാതെ സമയം കിട്ടില്ല. കുളിച്ച് നിസ്കരിച്ച് ചോറ് ഒന്ന് കിടക്കാനായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്രൂപ്പിൽ വരാതിരിക്കുകയാണ്. ഒന്നുണ്ടായിട്ടില്ലാത്ത സംഭവം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇനി കുറേ പറയാനുണ്ട്. പക്ഷേ സമയം കുറേ പറയുമ്പോൾ കുറേ പറയും. അപ്പോൾ അതുകൊണ്ട് പറയാതിരിക്കല്ലേ. അപ്പോൾ നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്തൊരു കാര്യമില്ല. നടക്കാത്തൊരു കാര്യം. മനസ്സാണ് മെയിൻ. മനസ്സ് ക്ലിയർ ആയിരിക്കണം. നിങ്ങളെ മാതിരി ആവരുത്. ഇത്രേ ഉള്ളൂ. നമസ്കാരം. ഞാൻ ഇവിടെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ജോലിയിലാണ് കയറി, താൽക്കാലിക ജോലി. അതാണിപ്പോൾ ചതുക്ക് പറഞ്ഞത്. കാരണം നമ്മൾ ഒരു കരക്ക് എത്തി നീന്തിയിട്ട് ഏകദേശം ഇനി ഒരു 5 വർഷം കൂടെ ഉണ്ട്. അപ്പം ഞാൻ പിന്നെ പഠിക്കാനും നമ്മളിവിടെ ട്യൂട്ടോറിയലൊക്കെ ഉണ്ടല്ലോ, ഉദയ കോളേജ്, അപ്പുറത്ത് ഗൈഡ്. ഞാനവിടെ ഒന്നും പോയിട്ടില്ല. ഞാൻ നേരെ പോയത് ഇറിഗേഷനിലേക്കാണ്. അതാണിപ്പോൾ ചതുക്ക് പറഞ്ഞ കാര്യം. പേപ്പറിലൊക്കെ വരും, പരാതികളൊക്കെ വരും, അതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മളെ 3ാമത് സംഘമാണിത്. കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കല്ലേ ഇന്ന്. അതൊക്കെ നമ്മുടെ അഡ്മിനായ രാമകൃഷ്ണൻ്റെ ഒരു കഴിവാണ്. അതെവിടെയും ഇരുത്തി പറയാം രാമകൃഷ്ണൻ. അതാണ് നമ്മളിന്നൊരു പൊന്നാട അണിയിച്ചത്. അവൻ്റെ ഒരു കഴിവാണിത്. എല്ലാം നമ്മൾ ഈ 60 ആളതല്ല, രാമകൃഷ്ണൻ്റെ. അത് നമ്മൾ ഇരുത്തി പറയാം രാമകൃഷ്ണനെ. അപ്പോൾ നമുക്ക് അവസാന ശ്വാസം വരെ ഈ 89 ബാച്ച് സ്നേഹസ്പർശം മുന്നോട്ട് കൊണ്ടുപോകണം. ആരും മാറി നിൽക്കരുത്. എനിക്കെപ്പോഴും പറയാനുള്ള കാര്യങ്ങളതാ. ഇവിടെ നമ്മളെ ഗ്രൂപ്പിൻ്റെ മുന്നേ ഒരുപാട് ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ട്. ഒന്നും പ്രാബല്യത്തിലായിട്ടില്ല. എല്ലാം വെള്ളത്തിൽ എഴുതിയ പോലെ ആയിരിക്കുകയാണ്. ഈ ഗ്രൂപ്പ് നിലനിന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും അത്
അവസാന ശ്വാസം വരെ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. നമ്മുടെ ഈ സംഗമ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഈ ഗാനമേള സംവിധാനത്തിലേക്ക് കടക്കണം, ആസ്വദിക്കാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ മുന്നേറ്റം നമ്മളെ ശ്രീജയൊക്കെ ഇങ്ങനെ പ്രാർത്ഥന അത് ആദ്യം ചൊല്ലേണ്ടതായിരുന്നു, വിട്ടുപോയി. അപ്പോൾ ശ്രീജൻ ടീമും ഇപ്പോൾ പ്രാർത്ഥന ചെല്ലും കേട്ടാ. അതിനുശേഷം നമുക്ക് നമ്മുടെ സജൻ നമ്മളെ ഗാനമേളയ്ക്ക് തുടക്കം കുറിക്കും. നമുക്ക് ഇവിടെയൊക്കെ സ്പേസ് വെച്ചുകൊണ്ട് നമുക്ക് ആടി തിമിർക്കാം കേട്ടോ. സർവേശ നിരുപമമാനിൻ പദയുഗളം പണിയും നിർമ്മിത സുതരകിലം ദിവ്യവരങ്ങൾ പൊഴിക്കണമേ, ശാന്തി മണ്ണിൽ ചൊരിയണമേ, ചന്തമെഴും സുമവല്ലികളും സന്തതമാം കാട്ടരുവികളും ബന്ധുരശോഭനമായി നിത്യം നിൻ തിരുനാമം വാഴ്ത്തട്ടെ. പരമകൃപാലയ ജഗദീശ പരാപരാത്മജ സർവേശ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സജയ് എന്നാണ്. മുട്ടന്നൂർ ആണ് എൻ്റെ വീട്. ഞാൻ 95-96 ബാച്ചിൽ ഇവിടെ പഠിച്ച ആളാണ്. എനിക്കൊരു സ്ഥാപനമുണ്ട്, കൃഷി ഇൻറ്റീരിയർ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു ഇതിന് പറയാൻ മറന്നിട്ടോ, സോറി. 3 വർഷമാണ്. എനിക്കൊരുപാട് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും എല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു കേരള തനിമ ഉള്ളൊരു പാട്ടാണ്. തുടങ്ങല്ലേ? നിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും കണുവലിയുമേറൻ കാറ്റിൽ ഇലഞ്ഞാറിൽ ഇലയാടും കുളിരുലാവും നാട്, നിറപൊലിയേകാവൻ അരിയ നേരിനായി പുതുവിള നേരുന്നു നിലിയ നാടിതാ പാടാ കുട്ടനാടിനീണം. കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. കണ്ണോടു കരിയുഴും മണ്ണുതിരും മണമോ, പെണ്ണിനു വിയർപ്പാല് മധുമണമോ, ഞാറ്റോല പച്ചവള പൊന്നും തെളിക്കൊലുസ്, പെണ്ണിവൾ കളമാറ്റും കളമൊഴിയായി, കൊറ്റികൾ പകൽ നീളെ കിനാ കാണും, മുട്ടിടും അനുരാഗ കരൾ പോലെ, മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും പാടാ കുട്ടനാടിനീളം. കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. പൊന്നാര്യൻ കതിരിടും സ്വർണമണി നിറമോ, കണ്ണിനു കണിയാകും നിറ പറയോ,
പെണ്ണാളു കൊയ്തു വരും കറ്റ നിറ പൊലിയായി നെല്ലറ നിറയേണം മനസ്സുപോലെ ഉത്സവ തൊടിതാണ് കൊടിയേറ്റം മത്സര കളിവെള്ള തിരയോട്ടം പെണ്ണിനു മനമാകെ തകിലാട്ടം പാടാൻ കുട്ടനാടി നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും കണുവലിയുമേറൻ കാറ്റിൽ ഇലഞ്ഞാറിൽ ഇലയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമൻ അരിയമേരിനായി പുതുവിള നേരുന്നു ഇനിയ നാടിതാ പാടാൻ കുട്ടനാടി നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം അടിപൊളി, അടിപൊളിയായി പാടി. ഓത്തുപള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കെ ചാടു നീലമേഘം ഓന്തലേക്കൽ തീയനിക്കായി കെട്ടിയ കണ്ടു ചൂരൽ
മിസ്റ്റർ സജയൻ്റെ ഒരു ഗാനം പാടി വരട്ടെ. മലരായ പൂരി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി മാണിക്യ മലരായ പൂരി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി കണ്ട നേരം കൽവിനുള്ളിൽ മോഹമോദിച്ചു കച്ചവടവും കഴിഞ്ഞ് മുത്തിറസൂലുള്ള വന്ന് കല്യാണാലോചനക്കായി ബീവി തൂനിഞ്ഞി മാണിക്യ മലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി കല്യാണകാര്യമാണ് ഏറ്റവും സന്തോഷമാണ് കാര്യമാബൂ തോലിബിനും സമ്മതമാണ് മാണിക്യ മലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി മാണിക്യ മലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി
മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി. അരേ വാ സജയൻ വാ. കടക്കണ്ണിൻ മുന കൊണ്ട് നിടനെഞ്ചിനകം വെട്ടിപ്പിടിച്ചൊരു പെണ്ണാളെ, എൻ്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ, എന്നെ കുടുക്കിയ പൂമോളെ. കടക്കണ്ണിൽ മുന കൊണ്ട് നിടനെഞ്ചിനകം വെട്ടിപ്പിടിച്ചൊരു പെണ്ണാളെ, എന്നെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ, എന്നെ ഉടുക്കിയ പൂമോളെ. അരയെന്ന പിട പോലെ കുണുങ്ങിനി നടക്കും, അരളിപ്പൂ മിഴി കൊണ്ടു കവിതകൾ കുറിക്കും, അതു കണ്ട് മനസ്സാകെ പതയ്ക്കും. അരയെന്ന പിട പോലെ കുണുങ്ങിനി നടക്കും, അരളിപ്പൂ മിഴി കൊണ്ടു കവിതകൾ കുറിക്കും, അതു കണ്ടു മനസ്സാകെ പതയ്ക്കും. കരിമിഴിയുടെ നോട്ടം കണ്ടാൽ കനലകെ കരലാട്ടം, പെണ്ണെ അടിവെച്ച് കുഴഞ്ഞാടി അരികിൽ നീ അടുക്കും, അകതാരിൽ മിന്നാട്ടം, മനുഷ്യനെ കറക്കുന്ന വിളയാട്ടം. കടക്കണ്ണിൽ മുന കൊണ്ട് നിടനെഞ്ചിനകം വെട്ടിപ്പിടിച്ചൊരു വെണ്ണാളെ, എൻ്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ, എൻ്റെ കുടുക്കിയ പൂമോളെ. പലതരം വയസ്സെന്നെ കുടുക്കി, കുളിരൂറും കഥയോരും നുരത്തിട്ട് മയക്കി, ഉരുത്തം കെട്ടിവളെന്റെ ഉറക്കൂടും മുടക്കി. കുറിമാനം പലതരം വയസ്സെന്നെ കുടുക്കി, കുളിരൂറും കഥയോരും നുരത്തിട്ട് മയക്കി, ഉരുത്തം കെട്ടിവളെന്റെ ഉറക്കൂടും മുടക്കി. മനസ്സുള്ളിൽ കുടിയേറി ഓരോ മധുരിത മൊഴി പാടി, മലർ മഞ്ജു തികഞ്ഞുള്ള തളിർമേനി കിടങ്ങുവാനടങ്ങാത്ത കൊതി കൂടി, അതിനും കത്തിരിപ്പൊരു വഴി തേടി. കടക്കണ്ണിൽ മുന കൊണ്ട് നിടനെഞ്ചിനകം വെട്ടിപ്പിടിച്ചൊരു വെണ്ണാളെ, എൻ്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ, എന്നെ കുടുക്കിയ പൂമോളെ. കടക്കണ്ണിൽ മുന കൊണ്ട് നിടനെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ, എൻ്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ, എൻ്റെ ഉടുക്കിയ പൂമോളെ. താങ്ക് യു. ആരേ വാ അടിപൊളി. മധുവല്ലേ പൂവല്ലേ മറുനില പൂമോളല്ലേ, മധുരപാതി നേടിൽ തുലങ്ങി മാറിയും
മോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ മധുവർണ്ണ പൂവല്ലേ മറുനിലാ പൂമോളല്ലേ മധുരപാതീനേ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ. നീലയിലെത്തിയിലക്കമായി വീഴുന്ന മലരെ കരളിലെ കടലിലെ ഉണർച്ച കതിരെ മണിമുത്ത് വിതുമ്പുമ്പോൾ ചിരിക്കുന്ന സരസേ നീലയിലെത്തിയിലക്കമായി വീഴുന്ന മലരെ കടലിലെ ഉണർത്തുന്ന കതി ഇനിക്കുന്ന സരസേ പൂമാരൻ വരുന്നു മോളെ മുഹബത്തി കുളിരുമായി മരൻ വാരുന്നേ മധുവർണ്ണ പൂവല്ലേ നറുനിലാ പൂമോളല്ലേ മധുരപാതീനേടിൽ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ. നമ്മൾ യേശുദാസൊന്നല്ല പാട്. കരളിലെ മധുകിളി തെളിഞ്ഞു പുതുതരം കരമട്ടിൽ നിറഞ്ഞിൽ വിരിഞ്ഞു മധുവമ്പൻ താരുണങ്ങൾ കിണർവക്കിൽ വളഞ്ഞു പുതുതരം കരം
ഹലോ, സത്യം പറയല്ലോ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കരോക്കൻ്റെ മുന്നിൽ പാടിയതാണ്. ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഇപ്പം ലൈഫിൽ ഭയങ്കര എൻജോയ് ആണ്, ജയിക്കണം എന്നുള്ള വാശിയാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്തൊരു പാട്ട് ഞാൻ ഒറ്റയ്ക്ക് പാടും. എനിക്ക് അറിയണ പാട്ട്, ഇത് അറിയാത്ത പാട്ടാണ് സദക്കൊക്കെ തന്നെ. ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട്, ഇപ്പോൾ ബോറടിക്കും ഞാൻ പാടിയാൽ. ഞാൻ ഡൗൺലോഡ് ചെയ്ത് നോക്കാം. Hare
Oh,